നമസ്കാരം. കേരളത്തിലൊരു ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പുകിലുകളൊക്കെ കണ്ടാൽ നമുക്ക് ശരിക്കും ചിരി വരും. കേരളത്തിലെ കുറേ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ പ്രമുഖ രണ്ട് രാഷ്ട്രീയ പാർട്ടികളായ UDFും LDFും ഇവർ BJPക്കെതിരെ നടത്തുന്ന കുറച്ച് പ്രചരണങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ എവിടെയോ നിരോധിക്കപ്പെട്ട ഒരു സംഘടന എന്ന രീതിയിലാണ് പറഞ്ഞു വരത്തപ്പെടുന്നത്. കേരളത്തിൽ BJPയിൽ ഒരാൾക്ക് പോലും വോട്ട് ചെയ്യരുത്, BJP എപ്പോഴും മൂന്നാം സ്ഥാനത്തേക്ക് വിടണം, BJP ഒരിക്കലും ഇവിടെ ക്ലച്ച് പിടിക്കരുത്, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ദിനം പ്രതി. BJPയിൽ നിന്ന് ആരെങ്കിലും ക്ഷമിക്കണം കോൺഗ്രസിൽ നിന്നോ കമ്മ്യൂണിസ്റ്റിൽ നിന്നോ ആരെങ്കിലും BJPയിലേക്ക് ഒരു ചാട്ടം ചാടിയാൽ പിന്നെ അവനെ വറത്തു പൊരിക്കലാണ്. എന്താണ് അവൻ ചെയ്തത്, അവിടെ പോയിട്ട് എന്താണ് കിട്ടിയത്, അവിടെ പോയി എന്താണ് സംഭവിക്കുന്നത്, അത് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും. കാരണം ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ മാറ്റിവെക്കപ്പെടാൻ കഴിയാത്ത വലിയൊരു അധ്യായം ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതിനപ്പുറത്തേക്ക് BJPയുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള ഏകദേശം 10 വർഷത്തിന് മുകളിലായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ ഭരണം വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ, പൊതുജനങ്ങൾക്കിടയിൽ, അത് ഇന്ത്യ മുഴുവനുള്ള ജനങ്ങൾക്കിടയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്ത ഒരു ഭരണമാണ്. വളരെയധികം ആളുകൾ ആരാധിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറാൻ ശ്രീ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കാര്യങ്ങൾ BJP ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ റോഡ് വികസനം, അതുപോലെ റെയിൽവേയിലെ വികസനം, നമ്മുടെ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾ, ഒരുപാട് അവസരങ്ങൾ, ശരിക്കും സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ നമുക്കുണ്ടായ ഉന്നതി, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ BJP സർക്കാർ നമ്മുടെ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ ഒരിക്കലും നമുക്ക് എന്താ പറയുക, സാധാരണക്കാർക്ക് അവഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശരിക്കും BJP ഈ പ്രാവശ്യവും വലിയ ഭൂരിപക്ഷത്തിൽ ഭരണത്തിലെത്താൻ പോകുന്നത്. അത്രയും ഇമ്പാക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഇപ്പോൾ തമിഴ്നാട്ടിൽ BJPക്കെതിരെ ശക്തമായ ഫൈറ്റ് നടക്കുന്നു, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അതിനെതിരെ പ്രതിരോധം നടക്കുമ്പോൾ തീർക്കുമ്പോഴും സ്റ്റാലിൻ വലിയ ഉപകാരങ്ങൾ തമിഴ്നാട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സ്റ്റാലിനെ അംഗീകരിക്കാം, സ്റ്റാലിനെ സ്വീകരിക്കാം. പക്ഷേ ഇവിടെ ഭയങ്കര രസകരമായ കോമഡിയാണ്. നമ്മുടെ LDFും UDFും കാലാകാലങ്ങളായി കേരളത്തിൽ മാറി മാറി ഭരിച്ചിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും LDF ഭരിക്കുന്നു, LDF എന്തൊക്കെയോ ചെയ്യുന്നു. അവർ ചെയ്യുന്ന കൊള്ളരുതായ്മയ്ക്ക് മുഴുവൻ അവർ കേന്ദ്ര സർക്കാരിനെ ചീത്ത വിളിക്കുന്നു. കേന്ദ്ര സർക്കാർ അതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടാത്തതെന്ന് പറയും. എന്തൊരു ഊളത്തരമാണ്, എന്തൊരു ഫൂളിഷ്നെസ്സാണ് അവർ വരുന്നത്. ഇനി മറ്റൊരു കോമഡി ഇവിടെ നടക്കുന്നുണ്ട്. UDFും LDFും തമ്മിൽ ഇവിടെ പൊരിഞ്ഞ അടിയാണ് കേരളത്തിൽ കാണിക്കുകയാണ്, അടിയാണെന്ന്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ രണ്ടുപേരും BJP എന്ന് പറയുന്ന ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മത്സരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഘടകങ്ങളാണ്. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ആര് ജയിച്ചു പോയാലും, ഇപ്പോൾ ഏത് മണ്ഡലത്തിൽ നിന്ന് ആർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു പോയാലും അവിടെ ഒരൊറ്റ കക്ഷിയായിട്ടാണ് അവർ കേന്ദ്രത്തിൽ പോകുന്നത്. ഇവിടെ പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനമായിട്ട് തന്നെയാണ് അവർ കേന്ദ്രത്തിൽ പോയിരിക്കാൻ പോകുന്നത്. ഭരണപക്ഷത്തിൽ നിന്ന് ആരും കേരളത്തിലില്ല. ഇവിടെ BJPയിൽ ഒരാളെങ്കിലും ജയിക്കുകയാണെങ്കിൽ അയാൾക്ക് അവിടെ സംസാരിക്കാനുണ്ട്. പിന്നെ പ്രതിപക്ഷത്തിൽ ഇത്രയും പേരുമുണ്ട്. അതല്ലേ ശരിയായ കാര്യം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ BJPയിൽ ആർക്കെങ്കിലും ഒരവസരം നൽകേണ്ട ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലില്ലേ. ഇപ്പം പിന്നെ ചുവട് മാറ്റം, ഓടി മാറ്റം, പൈസ കൊടുത്ത് മറിക്കുന്നു, കോൺഗ്രസിൽ നിന്ന് കുറേ ആളുകളെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു വലിയ പറച്ചിലാണ്. അതിനൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ ആരെ കണ്ടാലും മാധ്യമങ്ങളെല്ലാം പിടിച്ചു നിർത്തിയിട്ട് എന്നാ ചാടിപ്പോകുന്നതെന്ന് ചോദിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ചാണ്ടിയുമ്മനെ എപ്പോൾ കണ്ടാലും മാധ്യമങ്ങൾ ചോദിക്കും, നിങ്ങൾ എപ്പോഴാണ് BJPയിലേക്ക് പോകുന്നത്. ചാണ്ടിയുമ്മൻ അതിന് വ്യക്തമായ മറുപടികളും പറയുന്നുണ്ട്. വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നൽകുന്നുണ്ട്. അതൊന്നും നമുക്ക് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ അഭിനന്ദിക്കാൻ തോന്നും. അദ്ദേഹം ആ പറയുന്ന കാര്യങ്ങൾക്ക്. അദ്ദേഹം ചാടാതിരിക്കും, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം. ഇനി ചാടിയാൽ തന്നെ എന്താണ് തെറ്റ്? നമ്മളിപ്പോൾ എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ ജോലി ചെയ്യുന്നു. നമുക്കൊരു നല്ല അവസരം കിട്ടുമ്പോൾ നമ്മൾ അവിടെ തന്നെ, എന്നാൽ ഞാൻ ഈ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഏറ്റവും നല്ല സ്ഥാപനം, അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെയാണോ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇരിക്കുന്നത്? നമുക്ക് നല്ല അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ അടുത്ത നല്ല സ്ഥാപനത്തിലേക്ക് പോകും. ചിലപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യാൻ പോകും. നല്ല സാലറി, നല്ല ജീവിത സാഹചര്യങ്ങൾ, ഇതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരനായെന്ന് വെച്ച് ഇതൊന്നും ആഗ്രഹിക്കരുതെന്നാണ് പറയുന്നത്. നല്ലൊരു കതറിട്ടെന്ന് വെച്ച് സേവനമാണോ ചെയ്യുന്നത്? ഇവർ മുഴുവൻ സേവനം ചെയ്താണ് നമ്മുടെ നാട് എവിടെ ചെന്ന് നിന്നാണ്. അതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന പൊള്ളയ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിന് ഗ്രോത്ത് ഉണ്ടാക്കുക, അവരുടെ ലൈഫിന് ഗ്രോത്ത് ഉണ്ടാക്കുക, എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക, അതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വേറൊരു രാഷ്ട്രീയ പാർട്ടിയോ വേറൊരു വിശ്വാസത്തെയോ ഒക്കെ സ്വീകരിക്കാം. അതൊക്കെ ഓരോരുത്തർ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതെല്ലാം കൂടിയതാണല്ലോ നമ്മുടെ ഇന്ത്യയിൽ കിട്ടിയ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനം. അതിനെയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നു, അവിടെ എവിടെ ചാടുന്നു, ഇവിടെ ചാടുന്നു. അത് ഓരോരുത്തർ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അവർ ചാടുന്നെങ്കിൽ ചാട്ടെ, പോകുന്നെങ്കിൽ പോട്ടെ. അതിപ്പോൾ BJP ഒരു നല്ല രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ടും അവർക്ക് ഇത്രയും ഹൈപ്പ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിച്ചുകൊണ്ടും ആളുകൾ ചാടിക്കൊണ്ടേയിരിക്കും. അതിൽ വലിയ കഥയൊന്നുമില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്,
ശരിക്കും നമ്മളെന്തിന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെന്തിന് ബി ജെ പിയെ വളർത്തിക്കൊണ്ട് വരണമെന്ന് കേരളത്തിൽ പൊതുവിലൊരു ധാരണയുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളേ ഉള്ളൂ കുറേ മതങ്ങളൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ സ്വീകരിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ അത് ഭയങ്കര എതിർപ്പായിരുന്നു മതങ്ങൾക്കെല്ലാം. ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേട്ടാൽ അവനതിൻ്റെ തീവ്രവാദിയാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്ന് പറയുന്ന പോലെ ബി ജെ പിക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവനെ വേറെ എന്തോ സംഘീ ചാണകമോ എന്നൊക്കെ വിളിക്കുന്നതിലും അപ്പുറത്ത് അവൻ്റെ ഓരോരുത്തരുടെ ചിന്ത ഓരോ മനസ്സിൽ തന്നെ വേറെ ഏതോ ഒരു തരത്തിലാണ് അവർ ചിന്തിക്കുന്നത്. എന്തായാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു ബി ജെ പി ഒരു കാൻഡിഡേറ്റിനെ നമ്മുടെ കേരളത്തിൽ നിന്ന് മത്സരിപ്പിച്ച് ജയിപ്പിക്കുക എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവർക്കൊരു അവസരം ഇതുവരെ കൊടുത്തിട്ടില്ല. അവർക്ക് കേരളത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, എങ്ങനെയാണ് അവർ വികസനം കൊണ്ടുവരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ കേരളത്തിൽ ചെയ്യാൻ പോകുക, ഇതൊന്നും നമുക്ക് അറിയേണ്ട ഒരു സാഹചര്യമില്ല. കാരണം നമുക്ക് എല്ലാത്തിനെ പറ്റി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ് മനുഷ്യർ. അപ്പോൾ ഇതൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണ്ടേ, ഇവരെങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സുരേഷ് ഗോപിയോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ ആരെങ്കിലും ജയിപ്പിച്ചു വിട്ടാൽ, ഒന്നോ രണ്ടോ ആളുകളെ ജയിപ്പിച്ചു വിട്ടാലും അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. എന്തായാലും അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും ഒക്കെ ജയിപ്പിച്ചിട്ടാൽ അതിൻ്റെ ഏത് തരത്തിലാണ് ഗുണം നമുക്ക് കിട്ടാൻ പോകുന്നത്, നമ്മളെങ്ങനെയാണ് അതിൻ്റെ ഒരു ഗുണഭോക്താവാകുന്നതെന്ന് നമുക്കറിയാനൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് തന്നെ നല്ല കാൻഡിഡേറ്റ്സിനെ ഇത്തവണ ഒരുപാട് മണ്ഡലങ്ങളിൽ നിർത്തിക്കൊണ്ടാണ് ബി ജെ പി ഒരു ഫൈറ്റിന് തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ പറയുന്ന പോലെ LDF UDF പറയുന്നതിനപ്പുറത്തേക്ക് നല്ലൊരു ശതമാനം ജനങ്ങൾ ഇപ്രാവശ്യം ബി ജെ പിയെ വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നോ രണ്ടോ കാൻഡിഡേറ്റ്സിനായിട്ട് വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്തായാലും അതൊക്കെ കൊണ്ട് നല്ല ടൈറ്റ് നിറഞ്ഞ ഒരു മത്സരമായി തന്നെ ഈ ഇലക്ഷൻ നിലനിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള ചിരിക്കാഴ്ചകളും ഇതിനിടയിൽ ഉണ്ടെന്നുള്ളതും വളരെ യാഥാർത്ഥ്യമാണ്.